നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇന്നത്തെ വാർത്ത ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയ യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധം. തിരുവനന്തപുരത്തെ പരിപാടി റദ്ദാക്കി. കൊല്ലത്ത് മന്ത്രി പി രാജീവനെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ മർദ്ദനം. കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ലാത്തിച്ചാർജ്. RSSുമായുള്ള ചർച്ചയിൽ എന്ത് നേട്ടമുണ്ടായെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണമെന്ന് MV ഗോവിന്ദൻ. ഇസ്ലാമോഫോബിയ എന്ന പദം ഉപയോഗിച്ച് വർഗീയത മറയ്ക്കാൻ ശ്രമം. RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അന്തർധാരയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയ്ക്ക് പിന്നിൽ UDF എന്ന മുഖ്യമന്ത്രിയുടെ ആക്ഷേപം അസംബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. ഷുഹൈബ് വധക്കേസിൽ മുഖ്യപ്രതി ആകാശ് തില്ലങ്കേരിക്ക് നോട്ടീസ്. മാർച്ച് 1 ഹാജരാകാൻ തലശ്ശേരി സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. കോടതി ഇടപെടൽ ആകാശ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് നടപടി ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ. കോഴിക്കോട് വടകരയിൽ 13-കാരിയെ ലഹരി മാഫിയ കാരിയറായി ഉപയോഗിച്ചതിൽ പോലീസിനെതിരെ ആരോപണവുമായി മാതാവ്. പോലീസ് ആദ്യം തന്നെ കേസിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചു. 3 മാസമായിട്ടും മകൾക്ക് നീതി ലഭിച്ചില്ല. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണം പ്രതികളുടെ ഉന്നതതല സ്വാധീനമെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ RSS പ്രവർത്തകൻ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കുണ്ടമൻകടവ് സ്വദേശി കൃഷ്ണകുമാറിനെ. ആശ്രമത്തിൽ വെച്ച റീത്ത് എത്തിച്ചത് കൃഷ്ണകുമാർ. മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലക്ക്. പാരമ്പര്യേതര ട്രസ്റ്റിമാരായി രാഷ്ട്രീയക്കാരെ നിയമിക്കരുതെന്ന് ഹൈക്കോടതി. ഭരണസമിതിയിലേക്കുള്ള CPIM നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. DYFI രാഷ്ട്രീയ സംഘടന തന്നെയെന്ന് കോടതി.